മുഴുവൻ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എക്സ്പെക്ട് ചെയ്ത പോലെ മാർക്കറ്റ് ഫോളോ ചെയ്തു, എന്നാൽ എക്സ്പെക്ട് ചെയ്ത അത്രയും ഫോളോ ആയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രത്യേകത. അതായത് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ആണ് എന്ന് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ നിഫ്റ്റി 244 പോയിന്റാണ് ഫോളോ ആയിട്ടുള്ളൂ. സെൻസെക്സ് 719 പോയിന്റാണ് ഫോളോ ആയിട്ടുള്ളൂ. ഫോളോ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഗ്ലോബൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ തന്നെ നിഫ്റ്റി നമ്മുടെ മാർക്കറ്റിൽ 200 പോയിൻ്റൊക്കെ ഫോളോ ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ വലിയ ഫോള് കണ്ടില്ല. എങ്കിലും സെൻസെക്സിൽ 30 കമ്പനീസിൽ 24 കമ്പനീസിലും റെഡിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ 50 കമ്പനീസിൽ 40 കമ്പനീസും റെഡിൽ ക്ലോസ് ചെയ്തു. ഐ ടി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഐ ടി ഇൻഡെക്സ് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ നെഗറ്റീവ് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. ഇന്ന് വിപ്രോ എല്ലാം തന്നെ 8.37%, ജിയോ ഫിനാൻസും എറ്റേണലും ശ്രീറാം ഫിനാൻസും ഹിൻഡൽകോ പോലെയുള്ള കമ്പനീസ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇതിൽ ജിയോ ഫിനാൻസ് 3.39%ൻ്റെ ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോളിന് പല കാരണങ്ങളും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസിൽ നിന്ന് അവിടുത്തെ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു എൻവിഡിയ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കമ്പനീസിൽ ഉണ്ടായിട്ടുള്ള സെൽ ഓഫ്. നാസ്ഡാക്ക് 5% ഇടിഞ്ഞു. പിന്നീട് യുദ്ധ ന്യൂസുകളിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഓയിൽ പ്രൈസ് സ്പൈക്ക് ചെയ്തത് IOC, HPCL തുടങ്ങിയ കമ്പനീസ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ഗോൾഡ് പ്രൈസും ഫോളോ ആയപ്പോൾ മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനീസും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ് എങ്കിലും ഇതിൽ കാണാൻ സാധിക്കുന്നത് FTSE മാർക്കറ്റ് ഒരു ഫ്ലാറ്റായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. ജർമ്മൻ മാർക്കറ്റ് 116 പോയിൻ്റ് ഇടിവ് ഉണ്ടായിട്ടുണ്ട്. നിക്കി മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റ് 3.76% ഇടിഞ്ഞു, അഥവാ 2492. കൊറിയ മാർക്കറ്റ് 8% ഇടിഞ്ഞു, അഥവാ 672. ഓസ്ട്രേലിയ 61 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി, അഥവാ 0.7. നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്ലസിലാണ് കേട്ടോ. ഇപ്പോൾ ട്രേഡ് ചെയ്ത നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്ലസിലാണ്, എന്നാൽ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. കൂടാതെ ഏറ്റവും താഴെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, ഇന്ന് ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്ത് 8% സ്പൈക്ക് ചെയ്ത് 17ലേക്ക് നിൽക്കുന്നുണ്ട്. ഇനി ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ്, ബ്രന്റ് ഓയിൽ കാണാം 95. ബിറ്റ്കോയിൻ ഫോളായി 63,000 എത്തി. സിൽവർ 2% ഇടിഞ്ഞു. ഗോൾഡും 0.5% ഇടിഞ്ഞ് 4,307 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാ അസറ്റ് ക്ലാസ്സുകളിലും കൂട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു ഇടിവാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്നടങ്കം കണ്ടത്. ഗ്ലോബലി നാസ്ഡാക്ക് ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മളുടെ IT സ്റ്റോക്കുകളിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ചെറുത്തുനിൽപ്പ് നടത്തിയത് മാക്സ് ഹെൽത്ത് കെയർ 3%, പവർ ഗ്രിഡ് പോസിറ്റീവായിരുന്നു, ടെക്കം പോസിറ്റീവായിരുന്നു, നെസ്ലെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. അതിലുപരി നമുക്ക് ഈ ഇറാൻ വാറിലേക്ക് ഒന്ന് പോകുമ്പോൾ നിലവിൽ മിഡിൽ ഈസ്റ്റിലെ വെടിനിർത്തലെല്ലാം തന്നെ പേരിന് മാത്രമുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വീണ്ടും ഈ അറ്റാക്കുകളെല്ലാം തന്നെ ഇരു രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്ക കുറച്ച് സംയമനം പാലിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഈ തിരിച്ചടികൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി, വെറുതെ ആക്രമണം നടത്തിയതല്ല, ലെബനാനിൽ നടന്ന ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതിന് പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഈ ഇറാൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഷിങ്ടണുമായിട്ടൊരു സമാധാന കരാർ ഉണ്ടാക്കണമെങ്കിൽ ലെബനാനിൽ വെടിനിർത്തൽ തുടരണം എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇറാൻ നേതാക്കൾ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും കരാർ ലംഘിച്ചു എന്നുള്ള കാര്യങ്ങളും കൂടി ഒരു ശക്തമായ രീതിയിൽ ഇറാൻ അവിടുത്തെ സ്പീക്കർ, പാർലമെൻ്ററി സ്പീക്കർ മുഹമ്മദ് ബഹാങ്കർ ഖലീഫാഫ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം ലെബനാനിലേക്കോ ഇറാനിലേക്കോ ഇസ്രായേൽ പുതിയ ആക്രമണം നടത്തിയാൽ വ്യാപകവും ശക്തവുമായ തിരിച്ചടികൾ നടപ്പാകുമെന്നും ഇറാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ വലിയ തോതിലേക്ക് സംഘർഷ സാധ്യതകൾ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കും. നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 23,150 എന്ന നിലയിലാണ്. ഈ ഗ്രീൻ കളർ കാണാൻ സാധിക്കും. അത് കൂടുതൽ ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കാണുന്നത്. 23,150 നിൽക്കുമ്പോൾ, അതായത് 23,000 മേജർ സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എങ്കിലും
300-500 റേഞ്ചുകളൊക്കെയാണ് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം കണ്ടിരുന്നു, നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്ലസിലായിരുന്നു. കാരണമുണ്ട്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിലെ കമ്പനീസ് കാണാം, എൻവിഡിയ 2%, ആമസോൺ 1%, ടെസ്ല, ഇൻഡൽ തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റിന് കാരണം. ഇനി ഈ ഒരു ആഴ്ചയിൽ ഇൻഫോസിസ് ജൂൺ 10 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 10 റെക്കോർഡ് ഡേറ്റ് ഉള്ളത് 25 രൂപ. ഇന്ത്യൻ ബാങ്ക് 18 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 10 റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. നെൽക്കോ 1 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജൂണിലാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. യുണൈറ്റഡ് ഡേറ്റ ടെക് സൊല്യൂഷൻ കമ്പനി 5 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജൂണിലാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഇനി ഈ ഒരു ആഴ്ചയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ, ബുധനാഴ്ച US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അവിടുത്തെ ബുധനാഴ്ച തന്നെ, അതായത് ജൂൺ 11 US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റയും പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും വരുന്നുണ്ട്. ഇനീഷ്യൽ ജോബ് ലിസ്റ്റ് ക്ലെയിം ഡേറ്റയും വരുന്നുണ്ട്. ഇനി വെള്ളിയാഴ്ച ദിവസം US നിന്ന് അവിടുത്തെ കൺസ്യൂമർ ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വെള്ളിയാഴ്ച ദിവസം, അതായത് ജൂൺ 12 വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള ഈവൻറ്റുകളുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഡിവിഡൻഡ് ഡേറ്റാസും തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്രിപ്റ്റോ കോഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാനൊരു നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പറല്ല, ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പറും ജിമെയിൽ ഐഡിയും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രീ ക്രിപ്റ്റോ കോഴ്സ് മാത്രമല്ല, നമ്മൾ ക്രിപ്റ്റോയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്റ്റുഡൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അണ്ടറിൽ ഈ ക്രിപ്റ്റോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകളും നമ്മളെ ബന്ധപ്പെടുക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോയിലുണ്ടാവുന്ന എല്ലാ ഡൗട്ടുകളും ക്ലാരിറ്റി വരുത്തി തരും. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഡെയിലി എക്സ്പയറി ഇല്ല, എന്നാൽ ക്രിപ്റ്റോയിൽ ഇപ്പോൾ ഡെയിലി എക്സ്പയറി ഉണ്ട്. അത് മാത്രമല്ല, ക്രിപ്റ്റോയിൽ നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറയുന്ന ITR ഫയൽ ചെയ്യാൻ സാധിക്കുന്ന, ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്ന, ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻ്റലിജൻറ്റ് യൂണിറ്റ് അപ്രൂവ് ആയ ഒരു ബ്രോക്കറിൽ മാത്രമാണ് നമ്മളുടെ ക്രിപ്റ്റോ ട്രേഡ് ഉള്ളത്. അല്ലാതെ ഗ്ലോബൽ പ്ലാറ്റ്ഫോംസും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇന്ത്യൻ റുപ്പീസ് ഉപയോഗിച്ചിട്ടുള്ള ട്രേഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യൻ റുപ്പീസിനെ USDT ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനത്തെ പുലിവാലിലേക്കൊന്നും പോകാത്ത നോർമൽ ട്രേഡ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ ബന്ധപ്പെടുക. നിലവിലെ അക്കൗണ്ട് നമ്മളുടെ അണ്ടറിൽ ഓപ്പൺ ചെയ്ത ആളുകളും നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ക്ലാരിറ്റി വരുത്താം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റുകളുള്ളത്. വിശദമായിട്ടുള്ള അപ്ഡേറ്റായിട്ട് നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.